വിഴിഞ്ഞം വിജയിച്ച് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താമെന്ന ബി.ജെ.പിയുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞിരിക്കുന്നു. അവിടെ യു.ഡി.എഫിന് കോൺഗ്രസിനാണ് വിജയമുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ സുധീർ ഖാൻ 2902 വോട്ട് നേടിയാണ് അവിടെ വിജയിച്ചത്. CPM-ന്റെ നൌഷാദാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്, 2819 വോട്ട്. സർവശക്തിപുരം ബിരു എന്ന ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് 2437 വോട്ടുകൾ ലഭിച്ചു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM-ന്റെ മുൻ കൌൺസിലർ കൂടിയായ CPM റിബലായി മത്സരിച്ച N.A. റഷീദ് 118 വോട്ട് നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 82 വോട്ടാണ് UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം. അവിടെ അത് നോക്കുമ്പോൾ ഇടതുമുന്നണിയുടെ വിമത സ്ഥാനാർത്ഥി പിടിച്ച 118 വോട്ടുകൾ, CPM-ന്റെ വിമത സ്ഥാനാർത്ഥി പിടിച്ച 118 വോട്ടുകൾ വളരെ നിർണായകമായിട്ടുണ്ട്. പക്ഷേ മറ്റു തലം കൂടി അതിനുണ്ട്. അതിന് കാരണം ഹിസാൻ ഹുസൈൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അവിടെ UDF-നും റിബലായി മത്സരിച്ചു. അദ്ദേഹം 494 വോട്ട് പിടിച്ചു. സ്വാഭാവികമായി ആ വോട്ട് കൂടി ലഭിച്ചിരുന്നെങ്കിൽ UDF-ന്റെ ഭൂരിപക്ഷം കൂടുമായിരുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. ഏതായാലും വളരെ ശക്തിയേറിയ, വളരെ വീറുറ്റൊരു വാശിയേറിയ പോരാട്ടമാണ് വിഴിഞ്ഞത്ത് നടന്നത്. അവിടെ UDF-നെ ജയിക്കാനായിരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരസഭയിൽ UDF-ന്റെ അംഗസംഖ്യ 20 ഉയർന്നിരിക്കുന്നു. 50 നിന്ന് മുകളിലേക്ക് പോകാൻ BJP-ക്ക് കഴിയാതെ വന്നിരിക്കുന്നു. ഒരു സ്വതന്ത്ര പിന്തുണയോട് കൂടിയാണ് BJP 51 എന്ന മാന്ത്രിക സംഖ്യയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആ സ്വതന്ത്രനെ വീണ്ടും BJP-ക്ക് ആശ്രയിക്കേണ്ടി വരും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലടക്കം അയാൾക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് BJP അയാളുടെ പിന്തുണ ഉറപ്പിച്ച് അയാൾക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി നൽകിക്കൊണ്ടാണ് BJP മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം നഗരസഭയിലെ നിലവിലെ അവസ്ഥയ്ക്ക് വിഴിഞ്ഞം തെരഞ്ഞെടുപ്പ് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. കോൺഗ്രസിന്റെ സീറ്റ് 20 ഉയർത്തി എന്നത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും BJP-ക്ക് 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.